നെയ്യ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി ഡ്രൈ ഫ്രൂട്ട് ബർഫി ഉണ്ടാക്കാം. നമുക്ക് നോക്കാം. ഡ്രൈ ഫ്രൂട്ട് ബർഫി ഉണ്ടാക്കാൻ വേണ്ട ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു 20ഓളം ബദാം, ഒരു 15ഓളം ഡേറ്റ്സ്, ഒരു 10-20ഓളം ഉണക്കമുന്തിരി, പിന്നെ ഒരു 15ഓളം കാഷ്യൂ, ഒരു 10-30 പീനട്ട്. അപ്പം ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ബർഫി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നല്ല നാടൻ നെയ്യ്, കുറച്ച് നെയ്യ് എടുക്കുക. എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം റോസ്റ്റ് ചെയ്തെടുക്കുക. എല്ലാം ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് നമ്മൾ മാറ്റിയിട്ട് നന്നായി റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് കണ്ടോ ഈ ഒരു രീതിയിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇതിന് മെല്ലെ ഒരു വാഴയിലേക്ക് മാറ്റുക. പൊട്ടാതെ നോക്കേണ്ടതാണ്. കയ്യിൽ എടുക്കുമ്പോൾ എത്രമാത്രം ശരിയാവും അറിയില്ല. ഒരു വാഴയിലേക്ക് മെല്ലെ മാറ്റിയിട്ട് കീഴുപാടൊന്നും കൂടാതെ മെല്ലെ കൊണ്ട് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കാം. ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബർഫി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രീസ് ചെയ്യുക, കട്ട് ചെയ്യുക, കഴിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. വേറെ ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. എല്ലാ തവണ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോകുന്നതാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ പരമായ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡായ കാര്യമുണ്ട്, പിന്നെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. അതായത് എനിക്ക് പറ്റിയ അബദ്ധങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് നമ്മളുടെ അതായത് പോസിറ്റീവ് പറഞ്ഞുതരാൻ ഒരുപാട് ആളുകളുണ്ടാവും. നമുക്കുണ്ടായ മിസ്റ്റേക്സ് പറഞ്ഞുതരാൻ ഒരാളുണ്ടാവുമ്പോഴാണ് നമുക്ക് എവിടെ മിസ്റ്റേക്ക് പറ്റും എന്നറിയേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ജേണിയിൽ, അതായത് എൻ്റെ എഡ്യൂക്കേഷൻ പരമായ ജേണിയാണ്, ലൈഫിൻ്റെ കാര്യമാണ്, എനിക്ക് പറ്റിയ മിസ്റ്റേക്കും ഇവിടെ വന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവായുള്ള വീഡിയോസ് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് തരണമെന്നും നിങ്ങളത് കണ്ടിട്ട് അതിൻ്റെ നല്ല വശങ്ങൾ എടുക്കുകയും ചീത്ത വശങ്ങൾ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,